പിണറായിയുടെ രക്ഷാപ്രവർത്തനത്തിന് വി.ഡി. സതീശന്റെ വക പൂട്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങൾ നേരത്തെ UDF വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. അതിലെ ആദ്യത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ് KSRTCയിൽ. ജൂൺ 15-ാം തീയതി പ്രകടന പത്രികയിൽ പറഞ്ഞ ആ വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രണ്ടാമതായി വയോജനങ്ങൾക്കായി പ്രത്യേകമായ ഒരു വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു വകുപ്പെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതും ഇന്നത്തെ മന്ത്രിസഭയിൽ തീരുമാനമായി. 3000 രൂപ വീതമാണ് ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത്. അംഗനവാടി ജീവനക്കാർക്ക് 1000 രൂപ, പാചക തൊഴിലാളികൾക്ക് 1000 രൂപ, പ്രീ പ്രൈമറി ആയമാർക്ക് 1000 രൂപ വീതം വർദ്ധിപ്പിക്കുമെന്നും ഇന്ന് വി.ഡി. സതീശൻ അറിയിച്ചു. നിയമസഭാ സമ്മേളനം മെയ് 22-ന് ചേരും. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടാകും. മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിരുന്ന G. സുധാകരൻ MLA, അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച UDF-ന്റെ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹത്തെ പ്രോടൈം സ്പീക്കറാക്കി മാറ്റുമെന്നും സതീശൻ അറിയിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലായി ജയ്ജു ബാബുവിനെയും അഡ്വക്കേറ്റ് ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി T. അസഫ് അലിയെയും നിയമിച്ചതായി വി.ഡി. സതീശൻ അറിയിച്ചു. 15-12-2023 മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്ര ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി പിണറായി വിജയന്റെ ഗൺമാന്മാർ ആക്രമിച്ചിരുന്നു. അതിനെ പിണറായി വിജയൻ രക്ഷാപ്രവർത്തനമായിട്ടാണ് കണ്ടത്. ഈ ഗൺമാന്മാരുടെ ആക്രമണത്തിന് പുറമെ ഈ പ്രവർത്തകരെ DYFIക്കാരും ആക്രമിച്ചിരുന്നു. ആ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും എന്നുള്ളതാണ് സതീശൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും രാഷ്ട്രീയമായ ഒരു പ്രഖ്യാപനം. അതായത് അന്ന് ഇപ്പോഴത്തെ MLA ആയ AD തോമസ് അടക്കമുള്ളവർക്കാണ് മർദ്ദനമേറ്റത്. ഗൺമാന്മാർ വടികൊണ്ട് ഇറങ്ങി വന്ന് അവരെ അടിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ DYFIക്കാരും അവരെ ആക്രമിച്ചു. ആ ആക്രമണത്തിന് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നൽകിയ വിശദീകരണം, എനിക്ക് നേരെ വന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ഗൺമാന്മാർ നടത്തിയതെന്നും DYFIക്കാർ നടത്തിയതെന്നുമായിരുന്നു. അതേ തുടർന്ന് കേസായി. ആ കേസ് ആലപ്പുഴ കോടതിയിലാണ്. ആ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിക്കുന്നതെന്ന് സതീശൻ പറഞ്ഞു. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, ഇത് രാഷ്ട്രീയ പകപോക്കലല്ല, മറിച്ച് കോടതി നടപടിയുടെ ഭാഗമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുക എന്നുള്ളത്. കോടതി ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ ഹാജരാക്കിയിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് കോടതിക്ക് എന്താണെന്ന് കാര്യം എന്ന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടി സ്വീകരിച്ചു വരികയാണ്. അതിനിടയിലാണ് ഇത്തരമൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അതേപോലെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം ഉടൻ ഇറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ തീരുമാനങ്ങൾ. ഇനി വരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി വെച്ച് പരിശോധിക്കുമ്പോൾ ഇത്രമാത്രമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു. ഒന്ന്, സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ KSRTC നടപ്പിലാക്കും. വയോജനങ്ങൾക്കുള്ള പ്രത്യേക വകുപ്പ് രാജ്യത്താകമായി രൂപീകരിക്കും. മറ്റൊന്ന്, അദ്ദേഹം തന്നെ സമരമുഖത്തുണ്ടായിരുന്ന ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപയായി വർദ്ധിപ്പിക്കും. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഇത്ര മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും ധവളപത്രം വന്നതിന് ശേഷം വിശദമായ ഒരുപക്ഷെ വീണ്ടും ഈ പറയുന്ന തൊഴിലാളികൾക്ക്, അതായത് അംഗൻവാടി ജീവനക്കാരും പാചക തൊഴിലാളികളടക്കമുള്ളവർക്ക് വീണ്ടും ഓണറേറിയം കൂട്ടി നൽകുമെന്നുള്ള സൂചനയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.